ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണ്. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് പോലെ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു ഔട്ടിങ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അന്നേരം ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗ് ആക്കിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 4-4:30 ആ ഒരു സമയത്താണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചായക്ക് കടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ചായക്ക് സ്നാക്ക് കഴിച്ചേ പറ്റും. കാര്യം പുറത്ത് പോകുന്ന ദിവസമെല്ലാം ഫുഡ് കഴിക്കാൻ എന്തായാലും ലേറ്റ് ആവും. ഒരു 12 മണിയെല്ലാം എന്തായാലും ആവും നമ്മൾ തിരിച്ചെത്താൻ. പിന്നെ അതുവരെ വിശപ്പ് പിടിച്ച് നിർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ദിവസം എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇറങ്ങൽ. അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ബ്രെഡ് വാട്ടുന്നതാണ്, പഴം നടുക്ക് വെച്ചിട്ട് അങ്ങനെ ബ്രെഡ് വാട്ടിയെടുക്കുന്നതാണ്. ഇത് ഇൻസ്റ്റയിൽ റീൽസിലും ഷോർട്സിലും എല്ലാം വന്നൊരു ഐറ്റമാണ്. ഇങ്ങനെ നടുക്ക് ഒരു ഹോൾസ് കൊടുത്തിട്ട് അവിടെ പഴം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഒരു ഐറ്റം. പിന്നെ ഇത് നടുക്ക് നേന്ത്രപ്പായം വെച്ചാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ എൻ്റെ അടുത്ത് നേന്ത്രപ്പായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ നമ്മളെ റോബസ്റ്റ് പോലത്തെ പഴം കൊണ്ടാണ് ആക്കിയത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് സ്പ്രെഡാക്കി കൊടുത്തിന്. പിന്നെ കുറച്ചും കൂടി ഒന്ന് മുഞ്ചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മുന്തിരിയും കൂടി വെച്ച് കൊടുത്തിന് കേട്ടോ. അങ്ങനെ ഞാനും ചായ കുടിച്ച് ഇക്കാക്കും ചായ എല്ലാം കൊടുത്തിട്ട് പിന്നെ ഇതാ ബെഡൊന്ന് പിരിച്ച് വെക്കലാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. എഡിറ്റ് ആക്കാൻ കുറച്ച് വൈകിയോണ്ട് പോസ്റ്റ് ആക്കാൻ വൈകിയതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുതരാമെന്ന് എനിക്ക് ഓർമ്മ വന്നേ. കാര്യം വെള്ളിയാഴ്ചത്തെ ഒരു ഉറക്കുണ്ടല്ലോ, ആ ഒരു ഉറക്ക് കഴിഞ്ഞിട്ടുള്ള തട്ടിപ്പിരിക്കലും വൃത്തിയാക്കലെല്ലാമാണ് ഈ കാണുന്നത്. പിന്നെ ഇന്നിപ്പം നമ്മൾ 3 ആളും ഉച്ചവർക്ക് ഉറങ്ങിന്, അല്ലെങ്കിൽ അങ്ങനെ എപ്പോൾ ഒന്നും ഉറങ്ങലില്ല കേട്ടോ. ഇന്നിപ്പോൾ മോനും നല്ലോണം ഉറങ്ങിയോണ്ട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയിനു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ മോനിക്കുള്ള ഫുഡാക്കീന്. ഇന്നിപ്പം ഓട്സാണ് കൊടുക്കുന്നത്. മോനവിടുന്ന് നമ്മൾ വാങ്ങിയ ആ ഒരു ഇലക്ട്രിക്കിൻ്റെ കാറില്ലേ, അതിൽ കളിച്ചുകൊണ്ടിരിക്കലേനു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കളിക്കുന്ന സമയത്ത് വായിൽ വെച്ചാൽ അങ്ങ് കഴിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടേനും കൊടുത്തത്. പക്ഷെ ഒരു വിധത്തിലും ഒന്നും നിന്നിരുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓനങ്ങോട്ട് പോവലാന്ന്, കൊടുക്കുന്നോറും അതിങ്ങനെ മാറ്റിക്കളിയലാണ് കേട്ടോ. പിന്നെ എങ്ങനെയോ 2-3 സ്പൂൺ കുടിപ്പിച്ചിട്ട് ഞാനങ്ങ് ഒഴിവാക്കിന്. കാര്യം ഇപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല കരച്ചിലായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും കൊടുക്കാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടേനും മെനക്കെട്ടെ. പക്ഷേ അതിൽ കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ മോനൊക്കെ ഡ്രസ്സെല്ലാം മാറ്റിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനും കുളിക്കാനെല്ലാം പോയി. എൻ്റെ കുളിയും ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിന്. പിന്നെ ഇടിപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ഒക്കെയും കുറച്ച് ചൂടുള്ള ടൈപ്പ് ഡ്രസ്സ് ഇട്ടിന്. മോനിക്കും അങ്ങനെ തന്നെ കട്ടിയുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഫർദർ ഇടുന്നതുകൊണ്ട് അങ്ങനെ വലിയ തണുപ്പ് തട്ടൂലെന്ന് വിചാരിക്കാം. പക്ഷെ അന്ന് വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തണുപ്പും കാറ്റും എല്ലാം കുറവേനു അന്ന്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലേനു. അങ്ങനെ പിന്നെ മാറ്റലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളിതാ ഇറങ്ങലാണ്. പിന്നെ ഒരാളുടെ ഫുള്ള് മാറ്റിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തൊപ്പിയെല്ലാം ഒരു ചാടുന്നുണ്ട്. തൊപ്പി തീരെ വെക്കൂല കേട്ടോ തലയിൽ, ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ ഇതാ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയേ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഒരു 5 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളും പിന്നെ വേറൊരു ഫാമിലി ഇതാ എത്തിയിട്ട് ബാക്കിയുള്ള ഫാമിലിക്ക് വെയിറ്റ് ആക്കലാന്ന്. പിന്നെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് പോകുന്നതിൽ നമ്മളൊരു വാനിൽ പോകുന്ന കാണിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഇന്നും പോകുന്നത് കേട്ടോ. പിന്നെ ഇതിൽ പോകുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് രസിച്ച് ഒരു രസം തന്നെയാണ് കേട്ടോ. ഈ സെപ്പറേറ്റ് നമ്മൾ വണ്ടിയിൽ പോകുമ്പം ആ ഒരു രസം കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുക, വേഗം എത്തുന്ന പോലെയാണ്. എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ ദൂരമൊന്നും നമ്മൾ മെയിൻറ്റ് ആക്കില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിന്. നമ്മൾ വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. കാര്യം നമ്മൾ വീക്കെൻഡ്സിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് വണ്ടി നിർത്താൻ തന്നെ സ്ഥലം കിട്ടിയത് കുറേ ദൂരത്താണ്. പിന്നെ ആദ്യം ഇങ്ങോട്ട് നടക്കുക ചെയ്തേ. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കലാണ്. പക്ഷേ അന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. കാര്യം നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ടേനും വന്നേ. നമ്മൾ വിചാരിച്ച് ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും ബുക്കിംഗ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് അടച്ചന്നേരമാണ് അറിഞ്ഞത്. എന്നിട്ട് അന്ന് നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നതെല്ലാം കണ്ടിട്ട് അവിടുന്ന് തിരിച്ച് വന്നിനെ. പിന്നെ നമ്മൾ പിറ്റേന്ന് പോയവരാണ് ശരിക്കും നമ്മൾ ഉള്ളിൽ എൻ്റർ ചെയ്തേ. പിന്നെ ഞാൻ ആ 2 വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് പോയവരെടുത്ത വീഡിയോസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോസെല്ലാം ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മൾ പിറ്റേന്ന് പോയിട്ട് എടുത്തതാണ്. ബാക്കിയെല്ലാം ഇന്നത്തെ തന്നെ കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതെല്ലാം ഇന്ന് തന്നെ എടുത്തിയാണ്. അതിൻ്റെ ഉള്ളത്തെ കാഴ്ച മാത്രം ഞാൻ പിറ്റേന്ന് എടുത്തത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിന്. പിന്നെ നമ്മൾ പോയന്ന് നമ്മളെ കൂട്ടത്തിലുള്ള 2 ആളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ വൈഫ് ഇതാ സർപ്രൈസ് ആയിട്ട് കേക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിന്.
നല്ല അടിപൊളി കേക്കേനു കേട്ടോ. അങ്ങനെ എല്ലാവരും പിന്നെ അവിടെ തന്നെ കേക്കെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി കാണാൻ ഇറങ്ങിയത്. ചിലപ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിലും നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേനു കേട്ടോ. കാര്യം ഇതിൻ്റെ ഉള്ളിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ സമയമെടുത്ത് കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ്. പെട്ടെന്ന് കണ്ടോടാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു തിക്കും തിരക്കിനിടയിൽ കാണുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ കണ്ടതെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിൽ സ്റ്റേജ് പരിപാടികളെല്ലാം ഉണ്ടായിന്. അങ്ങനെ കുറച്ച് സമയം അതെല്ലാം കണ്ടിരുന്ന്. അങ്ങനെ പിന്നെ കുറച്ച് സമയം സ്റ്റേജ് പരിപാടിയെല്ലാം കണ്ടിട്ട് പിന്നെ ഇതാ ബാക്കി സ്ഥലമെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയ സ്ഥലം തന്നെയാണ്, നടന്ന് കാണാൻ മാത്രമുണ്ട്. പക്ഷെ നമ്മൾ ആ സ്റ്റേജ് പരിപാടി കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് പോയി. കാര്യം നല്ല പരിപാടിയാണ് കേട്ടോ, നമ്മളവിടെ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ബാക്കി സ്ഥലമെല്ലാം ഇങ്ങനെ നടന്ന് തീർക്കുക ചെയ്തേ. കാര്യം ഇവർക്കെല്ലാം പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടായതുകൊണ്ട് തന്നെ എന്താ പറയുക, വേഗം തീർത്തി നമ്മൾ. പിന്നെ അവിടെ നിന്ന് ഇടുന്നെല്ലാം നല്ല നല്ല വ്യൂസും ലൈറ്റ്സും എല്ലാം കാണുമ്പോൾ മക്കളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ ഇത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിപ്പം ഓൾറെഡി ഉള്ളൊരു റെസ്റ്റോറൻറ്റ് റീമേക്ക് ചെയ്തതാണ് കേട്ടോ. ഇപ്പം റീമേക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയതാണ്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് റീമേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ആംബിയൻസും നല്ലൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ യൂട്യൂബിലെ വീഡിയോ ഇട്ടത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ആണ്. പിന്നെ അന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡും ആംബിയൻസും എല്ലാം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ ഫുഡെല്ലാം. പിന്നെ നമ്മൾ ഗേൾസ് കുറച്ച് സമയം വണ്ടിയിൽ വെയിറ്റിംഗ് ചെയ്യുന്നു. ആണുങ്ങളെല്ലാം വന്നിട്ട് സെറ്റാക്കിയിട്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഫുൾ ഇതാ ടേബിളെല്ലാം ഫുൾ ചെയ്യുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപാട് ഇവരെന്നോട് വീഡിയോ എടുക്കുക ഒരു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ. സപ്പോർട്ടിനൊന്നും ഒരു കുറവുമില്ല. കളിയാക്കുമെങ്കിലും അതും ഒരു പ്രചോദനമാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടുകൊണ്ട് തന്നെ കുറച്ചും കൂടി വൈബ് ചെയ്യുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനെല്ലാം എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും അങ്ങനെ എന്തോ ഒരു രസമായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങിന് നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.